നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3യുടെ ഡീറ്റെയിൽഡ് റിലേറ്റഡ് ഫാക്ട്സ് പാർട്ട് 3 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 ഡീറ്റെയിൽഡ് റിലേറ്റഡ് ഫാക്ട്സ് പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തുന്നതാണ്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകും. 61ാമത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര താലൂക്കിലാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാ സുഹൃത്തുക്കളെ? അത് നെയ്യാറ്റിൻകര താലൂക്കാണ്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. പഠിച്ചോളണേ, ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഴിഞ്ഞം തുറമുഖമാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിന്റെ ഭാഗമായി വരുന്ന വിഴിഞ്ഞത്താണ് ട്രാൻസ്ഷിപ്മെന്റ് ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖ പദ്ധതി നിലവിൽ വന്നത്. പഠിച്ചോളണേ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിന്റെ ഭാഗമായുള്ള വിഴിഞ്ഞത്താണ് ട്രാൻസ്ഷിപ്മെന്റ് ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖ പദ്ധതി നിലവിൽ വന്നതാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത്. DBFOT മാതൃകയിലാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. പഠിച്ചോളനെ, വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്ന മാതൃക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DBFOT മാതൃകയാണ്. വിഴിഞ്ഞം തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഗവൺമെന്റ് സെക്ടറിൽ നിന്നും ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഷെയർ ഉണ്ട് എന്നർത്ഥം കേട്ടോ. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിന്റെ ഭാഗമായി വരുന്ന വിഴിഞ്ഞത്താണ് ട്രാൻസ്ഷിപ്മെന്റ് ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖം എന്നറിയപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം സ്ഥാപിച്ചിരിക്കുന്നത്. DBFOT മാതൃകയിലാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. ആ മാതൃക മറന്നുപോലെ DBFOT മാതൃകയിലാണ്. വിഴിഞ്ഞം തുറമുഖം പൊതു സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. വിഴിഞ്ഞം തുറമുഖത്ത് ആരൊക്കെയുണ്ട്? വിഴിഞ്ഞം തുറമുഖത്തിലെ ഗവൺമെന്റ് സെക്ടറിൽ നിന്നുള്ള ഫണ്ടുമുണ്ട്, അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ഫണ്ടുമുണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനി അദാനി ഗ്രൂപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനി ഏതാ? അദാനി ഗ്രൂപ്പാണ്. 20 മുതൽ 30 വർഷം വരെയാണ് അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം നൽകിയിരിക്കുന്നത്. 20 മുതൽ 30 വർഷം വരെയാണ് അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം അത് പിന്നെ ആരിലേക്ക് പോകും? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി കേരളം വിട്ടുകൊടുത്തത് 500 ഏക്കർ. പഠിച്ചോളനെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളം വിട്ടുകൊടുത്ത എത്ര ഏക്കർ സ്ഥലമാ? 500 ഏക്കർ സ്ഥലമാണ്. 20 മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമാണ്. പഠിച്ചോളനെ, 20 മീറ്റർ വരെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്നറിയപ്പെടുന്ന ഏതാ? അത് വിഴിഞ്ഞമാണ്. വലിയ കപ്പലുകളും മദർഷിപ്പുകളും അനായാസം വിഴിഞ്ഞം തുറമുഖത്തിൽ അടുപ്പിക്കുവാൻ കഴിയും. അത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. വലിയ ഷിപ്പുകളും അല്ലെങ്കിൽ വലിയ കപ്പലുകളും അതുപോലെ തന്നെ മദർഷിപ്പുകളും അനായാസം വിഴിഞ്ഞം തുറമുഖത്തിൽ അടുപ്പിക്കാൻ കഴിയും. ഇത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹബ്ബായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും കേട്ടോ. അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹബ്ബായിട്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. 62ാമത്തെ ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാ? ലാറ്ററൈറ്റ് മണ്ണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാ? ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ നമുക്ക് ലാറ്ററൈറ്റ് മണ്ണിനെ പറ്റി ഒന്ന് പഠിക്കാം. എന്താ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും അതിൽ ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും ദീർഘകാലത്തെ പ്രക്രിയ വഴി രൂപപ്പെടുന്ന പ്രകൃതി വിഭവമാണ് മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഭൂമിയുടെ പാളിയെ പെഡോസ്പിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിച്ചോളെ, മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഭൂമിയുടെ പാളിയെ അറിയപ്പെടുന്ന പേരാണ് പെഡോസ്പിയർ. എന്താ പേര്? പെഡോസ്പിയർ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പെഡോജെനിസിസ്. പഠിച്ചോളെ, മണ്ണ്
രൂപപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? പെഡോജെനിസിസ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പെഡോളജി. ഒരുപാട് തവണ PSC PQ ആയിട്ട് ചോദിച്ചതാണേ, പഠിച്ചോളണേ. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പെഡോളജി. അന്താരാഷ്ട്ര മണ്ണു വർഷമായി UN ആചരിച്ചത് 2015 അന്താരാഷ്ട്ര മണ്ണു വർഷമായി UN ആചരിച്ചത് 2015 അന്താരാഷ്ട്ര മണ്ണു ദിനം ചോദിച്ചാൽ December 5 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളേ. അന്താരാഷ്ട്ര മണ്ണു ദിനമായിട്ട് എന്നാണ് ആചരിക്കുന്നത് ചോദിച്ചാൽ അത് December 5 ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താണ് മണ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും ദീർഘകാലത്തെ പ്രക്രിയ വഴി രൂപപ്പെടുന്ന പ്രകൃതി വിഭവം അറിയപ്പെടുന്ന പേരാണ് മണ്ണ്. മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഭൂമിയുടെ പാളി അറിയപ്പെടുന്ന പേരാണ് പെഡോസ്പിയർ. മറക്കല്ലേ, എന്താ അവന്റെ പേര്? പെഡോസ്പിയർ എന്നാണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പെഡോജെനിസിസ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പെഡോജെനിസിസ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പെഡോളജി. അന്താരാഷ്ട്ര മണ്ണു വർഷമായി UN ആചരിച്ചത് 2015 അന്താരാഷ്ട്ര മണ്ണു വർഷമായി UN ആചരിച്ചത് 2015 അന്താരാഷ്ട്ര മണ്ണു ദിനമാണെങ്കിൽ അത് December 5 ലാറ്ററൈറ്റ് മണ്ണ് കണ്ടോ സുഹൃത്തുക്കളെ? ലാറ്ററൈറ്റ് മണ്ണ്, ഈ ഫോട്ടോ ശ്രദ്ധിച്ചോളണേ. എന്നിട്ട് വേണം നമ്മൾ പറയുന്ന പോയിന്റ്സ് നോക്കാം, കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, അത് LGS തൊട്ട് ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാം ആവട്ടെ അതിൽ കൃത്യമായി ചോദിക്കുന്ന പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിന്റെ 65% വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിന്റെ 65% വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ചോദിച്ചാലും അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ചെങ്കൽ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ പാറകൾ അഥവാ ലാറ്ററൈറ്റ് പാറകൾ പൊടിഞ്ഞാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്, അഥവാ ചെങ്കൽ മണ്ണ് രൂപപ്പെടുന്നത്. ചെങ്കൽ പാറകൾ അഥവാ ലാറ്ററൈറ്റ് പാറകൾ പൊടിഞ്ഞാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് രൂപപ്പെടുന്നത്. പഠിക്കുക. അമ്ലത കൂടിയ ചെങ്കൽ പാറകൾ കൂടുതൽ അപരദന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. അതുകൊണ്ട് തന്നെ ലാറ്ററൈറ്റ് മണ്ണിന് അമ്ല സ്വഭാവം കൂടുതലാണ്. പഠിച്ചോളനെ. അമ്ലത കൂടിയ ചെങ്കൽ പാറകൾ കൂടുതൽ അപരദന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത് കൊണ്ട് തന്നെ ലാറ്ററൈറ്റ് മണ്ണിന് അമ്ല സ്വഭാവം കൂടുതലായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണിന്റെ pH മൂല്യം 4.5 6.2 ഇടയിലാണ്. ഇതങ്ങ് പഠിച്ചോളനെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ലാറ്ററൈറ്റ് മണ്ണിന്റെ pH മൂല്യം ചോദിച്ചാൽ 4.5 6.2 ഇടയിലാണ്. കൂടുതൽ മഴയും ഉയർന്ന താപനിലയുമുള്ള മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി ലാറ്ററൈറ്റ് മണ്ണുകൾ കാണപ്പെടുന്നത്. കൂടുതൽ മഴയും ഉയർന്ന താപനിലയുമുള്ള മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണ ലാറ്ററൈറ്റ് മണ്ണുകൾ കാണപ്പെടുന്നത്. പഠിക്കുക. അതാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. കാരണം എന്താ? നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥയാണ്, അതുകൊണ്ടാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ലാറ്ററൈറ്റ് മണ്ണിനെ കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിന്റെ 65% വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. ചെങ്കൽ പാറകൾ അഥവാ ലാറ്ററൈറ്റ് പാറകൾ പൊടിഞ്ഞാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്. അമ്ലത കൂടിയ ചെങ്കൽ പാറകൾ കൂടുതൽ അപരദന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത് കൊണ്ട് തന്നെ ലാറ്ററൈറ്റ് മണ്ണിന് അമ്ല സ്വഭാവം കൂടുതലായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണിന്റെ pH മൂല്യം 4.5 6.2 ഇടയിലാണ്. ഒന്നുകൂടി എടുത്തു പറയുന്നു, പഠിക്കുക. ലാറ്ററൈറ്റ് മണ്ണിന്റെ pH മൂല്യം 4.5 6.2 ഇടയിലാണ്. കൂടുതൽ മഴയും ഉയർന്ന താപനിലയുമുള്ള മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി ലാറ്ററൈറ്റ് മണ്ണുകൾ കാണപ്പെടുന്നത്. പഠിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലാണ് നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണുകൾ കാണപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലാണ് നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിലും കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ഇങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും, പഠിച്ചോളനെ. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ മുതൽ 100
മീറ്റർ വരെ ഉയരത്തിലാണ് ലാറ്ററൈറ്റ് മണ്ണ് സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. പഠിക്കുക. ലാറ്ററൈറ്റ് കുന്നുകളുടെ സാന്നിധ്യവും ഈ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു. പഠിക്കുക. ലാറ്ററൈറ്റ് കുന്നുകളുടെ സാന്നിധ്യവും ഈ പ്രദേശത്തിൽ കണ്ടുവരുന്നു. ഏത് പ്രദേശത്തിലാണ് കണ്ടുവരുന്നത്? വടക്കൻ കേരളത്തിലെ ഇടനാട് പ്രദേശങ്ങളില്. ലാറ്ററൈറ്റ് മണ്ണുകൾ പൊതുവെ ആഴം കുറവായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണുകൾക്ക് പൊതുവെ ആഴം കുറവായിരിക്കും. പഠിച്ചോളേ, ലാറ്ററൈറ്റ് മണ്ണുകൾക്ക് പൊതുവെ ആഴം കുറവായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണിൽ ചരലിന്റെ സാന്നിധ്യം മറ്റു മണ്ണുകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായതിനാൽ വിളവൈവിധ്യം പൊതുവെ കുറവാണ്. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടില്ലേ സുഹൃത്തുക്കളെ, ചെറു ചെറു തരികളായിട്ടാണ് അല്ലെ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിലെ ഇങ്ങനെ ചരലിന്റെ സാന്നിധ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റു മണ്ണിനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വിളവൈവിധ്യം പൊതുവെ കുറവാണ് ലാറ്ററൈറ്റ് മണ്ണിൽ. അതായത് ഒരുപാട് വിളകളൊന്നും നമുക്ക് ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് സാരം കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത്തരം മണ്ണിനങ്ങൾ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് കുന്നുകളുടെ സാന്നിധ്യവും ഈ പ്രദേശത്ത് കണ്ടുവരുന്നു. ലാറ്ററൈറ്റ് മണ്ണുകൾക്ക് പൊതുവെ ആഴം കുറവായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണിൽ ചരലിന്റെ സാന്നിധ്യം മറ്റു മണ്ണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായതിനാൽ വിളവൈവിധ്യം പൊതുവെ കുറവാണ്. പഠിക്കുക. പൊതുവെ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണുകൾ. അതുകൊണ്ട് തന്നെ ശക്തമായ മണ്ണൊലിപ്പിന് വിധേയമാവുന്ന മണ്ണ് എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. പൊതുവെ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് മണ്ണുകൾക്ക് ജലത്തിന് എന്താണ് ശേഖരിച്ചു വെക്കുവാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ശക്തമായിട്ട് മണ്ണൊലിപ്പിന് വിധേയമാവുന്ന മണ്ണ് എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. പഠിക്കുക. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറവാണ് ഇത്തരം മണ്ണിൽ. അതായത് ലാറ്ററൈറ്റ് മണ്ണില് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കുറവാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഒരു സസ്യം വളരുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഇവയെല്ലാം എന്തിൽ കുറവാണ്? നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണിലെ കുറവാണ്. ജലത്തിന്റെ സാന്നിധ്യം കൂടുമ്പോൾ മൃദുവായ കളിമൺ സ്വഭാവം കാണിക്കുന്ന ലാറ്ററൈറ്റ് മണ്ണുകൾ ഈർപ്പരഹിതമായി കഴിഞ്ഞാൽ പാറ പോലെ ദൃഢമാവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാല് പാറ പോലെ ഉറയ്ക്കുന്നല്ല കേട്ടോ, പക്ഷെ നല്ല കട്ടിയാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ലാറ്ററൈറ്റ് മണ്ണുകൾ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് അവയെ വെട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോ ജലത്തിന്റെ സാന്നിധ്യം കൂടുമ്പോൾ മൃദുവായ കളിമൺ സ്വഭാവം കാണിക്കുന്ന ലാറ്ററൈറ്റ് മണ്ണിൽ നിന്നും ജലം നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും? പാറ പോലെ ദൃഢമാവുകയും ചെയ്യുന്നു. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകളാണ് വാഴ, റബ്ബർ, മരിച്ചീനി, പച്ചക്കറികൾ, ചേന, കുരുമുളക്, പൈനാപ്പിൾ. ഇതില് റബ്ബർ ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങ് പഠിച്ചോളെ സുഹൃത്തുക്കളെ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകളിൽ ഓപ്ഷൻ റബ്ബറാണ് കിടന്നത്. പഠിക്കുക. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? വാഴ, റബ്ബർ, മരിച്ചീനി, പച്ചക്കറികൾ, ചേന, കുരുമുളക്, പൈനാപ്പിൾ. ഇതിൽ കുരുമുളകും റബ്ബറും ഇമ്പോർട്ടൻസ് ആയിട്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നുകൂടി പറയാം. പൊതുവെ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണിവ. അതുകൊണ്ട് തന്നെ ശക്തമായ മണ്ണൊലിപ്പിന് വിധേയമാകുന്നവയാണ് ലാറ്ററൈറ്റ് മണ്ണുകൾ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മുതലായ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളെല്ലാം കുറവാണ് ആരിലെ? ലാറ്ററൈറ്റ് മണ്ണില്. ജലത്തിന്റെ സാന്നിധ്യം കൂടുമ്പോൾ മൃദുവായി കളിമൺ സ്വഭാവം കാണിക്കുന്ന ലാറ്ററൈറ്റ് മണ്ണുകൾ ഈർപ്പരഹിതമാവുമ്പോൾ അല്ലെങ്കിൽ ജലം നഷ്ടമാവുമ്പോഴേക്കും പാറ പോലെ ദൃഢമാവുകയും ചെയ്യുന്നു. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? വാഴ, റബ്ബർ. അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളുക. റബ്ബർ, മരിച്ചീനി, പച്ചക്കറികള്, ചേന, കുരുമുളക്, പൈനാപ്പിൾ എന്നാണ്. ഇതിലെ റബ്ബറും കുരുമുളകും സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 63ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നമ്മുടെ സ്വന്തം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? കേരളമാണ്. അപ്പോ നമുക്ക് നോക്കാം ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകളും ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളും. ആദ്യമായി പഠിക്കേണ്ടത് തേയില. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. നമ്മുടെ ടീ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആസാമാണ്. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ആസാമാണ്. 2ാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ, 3ാം സ്ഥാനം തമിഴ്നാട്, 4ാം സ്ഥാനം കേരളം. പഠിച്ചോളണേ. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ആസാമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടീ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാ? ആസാമിനെയാണ്. അതുപോലെ തന്നെ 2ാം സ്ഥാനം ആർക്കാ? വെസ്റ്റ് ബംഗാളിനാണ്. 3ാം സ്ഥാനം തമിഴ്നാടിന്. 4ാം സ്ഥാനം നമ്മുടെ സ്വന്തം കേരളത്തിനാണ്.
കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കർണാടകയാണ്. രണ്ടാം സ്ഥാനം കേരളമാണ്. മൂന്നാം സ്ഥാനം തമിഴ്നാടാണ്. നാലാം സ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പഠിച്ചോളനെ, കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കർണാടകമാണ്. രണ്ടാം സ്ഥാനം ആരാ? കേരളമാണ്. മൂന്നാം സ്ഥാനം തമിഴ്നാടാണ്. നാലാം സ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നമ്മുടെ സ്റ്റേജ് 2വിനകത്ത് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് കേരളം ഉത്തരമായിട്ട് നൽകിയിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ സ്റ്റേജ് 4ലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളമാണ്. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കേരളമാണ്. രണ്ടാം സ്ഥാനം ത്രിപുരയാണ്. മൂന്നാം സ്ഥാനം കർണാടകയാണ്. നാലാം സ്ഥാനം ആസാമാണ്. പഠിച്ചോളനെ, റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. രണ്ടാം സ്ഥാനം ത്രിപുരയാണ്. മൂന്നാം സ്ഥാനം കർണാടകയാണ്. നാലാം സ്ഥാനം ആസാമാണ്. പഠിക്കുക. കൊക്കോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. കൊക്കോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശാണ്. രണ്ടാം സ്ഥാനം കേരളമാണ്. മൂന്നാം സ്ഥാനം കർണാടകയാണ്. നാലാം സ്ഥാനം തമിഴ്നാടാണ്. പഠിച്ചോളനെ, കൊക്കോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശാണ്. രണ്ടാം സ്ഥാനം ആർക്കാ? കേരളത്തിനാണ്. മൂന്നാം സ്ഥാനം കർണാടക. നാലാം സ്ഥാനം തമിഴ്നാടിനാണ്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. മൂന്നാം സ്ഥാനം കർണാടകയ്ക്കാണ്. നാലാം സ്ഥാനം തമിഴ്നാടിനാണ്. നമ്മുടെ സ്റ്റേജ് 2വിലും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കുക. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. രണ്ടാം സ്ഥാനം ആർക്കാ? മഹാരാഷ്ട്രയ്ക്ക്. മൂന്നാം സ്ഥാനം ആർക്കാ? കർണാടകയ്ക്ക്. നാലാം സ്ഥാനം തമിഴ്നാടിനാണ്. പഠിക്കുക. പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര. മൂന്നാം സ്ഥാനം തെലങ്കാന. നാലാം സ്ഥാനം രാജസ്ഥാനാണ്. നാലാം സ്ഥാനം പഠിച്ചോളനെ ആരാണ്? രാജസ്ഥാനാണ്. അപ്പോ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. മൂന്നാം സ്ഥാനം തെലങ്കാനയാണ്. നാലാം സ്ഥാനം രാജസ്ഥാനാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനം ആസാമാണ്. മൂന്നാം സ്ഥാനം ബീഹാർ ആണ്. നാലാം സ്ഥാനം മേഘാലയാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനം ആസാമാണ്. മൂന്നാം സ്ഥാനം ബീഹാർ ആണ്. നാലാം സ്ഥാനം മേഘാലയാണ്. ഈ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പഠിക്കുക. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്. നാലാം സ്ഥാനം കർണാടകയാണ്. പഠിച്ചോളനെ, പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ് ആണ്. നാലാം സ്ഥാനം കർണാടകയാണ്. എണ്ണക്കുരുക്കൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. രണ്ടാം സ്ഥാനം മധ്യപ്രദേശാണ്. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശാണ്. നാലാം സ്ഥാനം പശ്ചിമ ബംഗാളാണ്. എണ്ണക്കുരുക്കൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. രണ്ടാം സ്ഥാനം മധ്യപ്രദേശാണ്. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശാണ്. നാലാം സ്ഥാനം പശ്ചിമ ബംഗാളാണ്. പഠിക്കുക. 64ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്നാണ് ഉത്തരം? ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ്. പഠിച്ചോളണേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നറിയപ്പെടുന്നത് ഏതാ? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ജംഷഡ്പൂരിലാണ്. നമുക്ക് നോക്കാം ഇരുമ്പുരുക്ക് ശാലകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സവിശേഷതയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതുപോലെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കണം. ഇവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് നോക്കാം. ടാറ്റ ഇരുമ്പുരുക്ക് ശാല അഥവാ ടിസ്കോ എന്നറിയപ്പെടുന്നു. 1907 ഇത് രൂപീകരിച്ചത്. ടാറ്റ ഇരുമ്പുരുക്ക് ശാലയെ ടിസ്കോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് രൂപീകൃതമായ വർഷം 1907. ഇത് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ്. പഠിച്ചോളനെ, ടിസ്കോ ആസ്ഥാനം എവിടെയാ? ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ്. ഇവന്റെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ടാറ്റ ഇരുമ്പുരുക്ക് ശാലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് ചോദിച്ചാൽ അത് ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ടിസ്കോ രൂപീകൃതമായ വർഷം എന്ന 1907. എവിടെയാ സ്ഥാപിതമായത്? ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ഇസ്കോ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ.
ഇസ്കോ സ്ഥിതി ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലായിട്ടാണ്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് കുൾട്ടിയിൽ ഒരു പ്ലാന്റ് ഉണ്ട് നമ്മുടെ ഇസ്കോയ്ക്ക്, അതുപോലെ ബറൻപൂരിൽ ഒരു പ്ലാന്റ് ഉണ്ട് ഇസ്കോയ്ക്ക്, അതുപോലെ തന്നെ ഹിരാപൂരിലും ഒരു പ്ലാന്റ് ഉണ്ട് ഇസ്കോയ്ക്ക്. ഇത് 3 സുഹൃത്തുക്കൾ പഠിച്ചോളേ. അപ്പോൾ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ എന്ന് പറയുന്നത് 3 പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഒരെണ്ണം കുൾട്ടി, മറ്റൊന്ന് ബറൻപൂർ, മറ്റൊന്ന് എന്താണ് ഹിരാപൂർ. ഈ 3 പ്രദേശങ്ങളും പഠിച്ചോളുക. എന്താ ഈ ഇസ്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഇസ്കോയാണ്. പഠിച്ചോളനെ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല എന്നറിയപ്പെടുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. ഏതാണ് പേര്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ആണ്. ഈ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതി, കർണാടക. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭദ്രാവതി, കർണാടകത്തിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത്. പഠിച്ചോളനെ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് ആണ്. ഓർക്കുക. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ദുർഗ്, ഛത്തീസ്ഗഡ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദുർഗ്, ഛത്തീസ്ഗഡിലാണ്. ഇവന്റെ പ്രത്യേകത എന്താ? 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടി സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭിലായ് ഇരുമ്പുരുക്കുശാലയാണ് കേട്ടോ. അപ്പൊ ഭിലായ് ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദുർഗ്, ഛത്തീസ്ഗഡിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ആരെന്ന് പറയുന്നത്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് സുന്ദർഗഡ്, ഒഡീഷ. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുന്ദർഗഡ്, ഒഡീഷയിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടുകൂടി ആരംഭിച്ചതാണ് ആര്? റൂർക്കേല എന്ന് പറയുന്നത്. പഠിച്ചോളനെ, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുന്ദർഗഡ്, ഒഡീഷയിലാണ്. ഇവന്റെ പ്രത്യേകത എന്താ? 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടു കൂടി ആരംഭിച്ചതാണ് റൂർക്കേല ഇരുമ്പുരുക്കുശാല. പഠിക്കുക. അടുത്തതാണ് ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ തന്നെയാണ്. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ തന്നെയാണ്. ഇവന്റെ പ്രത്യേകത എന്താ? 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്കുശാലയാണ് ആരെന്ന് പറയുന്നത്? ദുർഗാപൂർ എന്ന് പറയുന്നത്. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ദുർഗാപൂർ എന്ന പ്രദേശത്ത് തന്നെയാണ്, പശ്ചിമ ബംഗാളിന്റെ ഭാഗമായിട്ട്. അടുത്തതാണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ബൊക്കാറോ തന്നെയാണ്. അത് ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. അപ്പോ ബൊക്കാറോ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ബൊക്കാറോ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അത് എവിടെയാ? ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല. പഠിച്ചോളനെ, 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്കുശാലയാണ് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല എന്നുള്ളത് പഠിച്ചു വെക്കുക. 65ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും വലിയ വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം എന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. പലരും ആരവല്ലി പർവ്വതനിര എഴുതിയെന്നറിയുന്നു. തെറ്റാണ്. കാര്യം എന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വതനിരയ്ക്ക് പഴക്കം മാത്രമേ ഉള്ളൂ, പക്ഷേ വിസ്തൃതി വളരെ കുറവാണ്. അതുപോലെ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമല്ല ആരെന്ന് പറയുന്നത്? ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചൊന്ന് പഠിക്കാം. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂവിഭാഗമാണ്. പഠിച്ചോളനെ, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോഴേക്കും അത് ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂവിഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ നമുക്കൊന്ന് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഡൽഹി മലനിരകൾ, അതായത് നമ്മുടെ ആരവല്ലി പർവ്വതനിരയുടെ തുടർച്ചയായി ഡൽഹി
ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മലനിരകളാണ് ഡൽഹി മലനിരകൾ എന്നറിയപ്പെടുന്നത്. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി കാണപ്പെടുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ആരാണ്? ഡൽഹി മലനിരകളാണ്. ഇനി ഡൽഹി മലനിരകൾ എന്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ തുടർച്ചയാണെന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വനിരകളുടെ തുടർച്ചയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ കിഴക്കേ അറ്റം രാജ്മഹൽ കുന്നുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കേ അറ്റം എന്താ സുഹൃത്തുക്കളെ? രാജ്മഹൽ കുന്നുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ ഭാഗം ഗിർ മലനിരകളാണ്. പഠിക്കുക, ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ ഭാഗം ഗിർ മലനിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കേ അറ്റം ഏലമലകളാണ്. നമ്മുടെ കേരളത്തിലുള്ള ഏലമലകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കേ അറ്റം ഏലമലകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഷില്ലോങ്, കർബി, അങ്കോങ് ആണ് കേട്ടോ സുഹൃത്തുക്കളെ. അങ്കോങ് ആണ്. അങ്കോങ് പീഠഭൂമി മറക്കരുത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഷില്ലോങ്, കർബി, അതുപോലെ തന്നെ അങ്കോങ് പീഠഭൂമി. അങ്കോങ് പീഠഭൂമി പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നദീ സമതലങ്ങളിൽ നിന്നും 180 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂവിഭാഗങ്ങളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികളാണെന്നും പിന്നെ നമ്മൾ പറഞ്ഞത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഡൽഹി മലനിരകൾ. ഈ ഡൽഹി മലനിരകൾ എന്തിന്റെ ഭാഗമെന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വനിരകളുടെ തുടർച്ചയായിട്ട് ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തിൽ കാണപ്പെടുന്ന മലനിരകളാണ് ഡൽഹി മലനിരകൾ എന്നറിയപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കേ അറ്റം രാജ്മഹൽ കുന്നുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അറ്റം ഗിർ മലനിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കേ അറ്റം ഏലമലകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കേ കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഷില്ലോങ്, കർബി, അതുപോലെ അങ്കോങ് പീഠഭൂമികൾ പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമികളാണ്. പൊതുവെ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടെത്തുമ്പോൾ കുറഞ്ഞു വരുന്നു. പഠിക്കുക, പൊതുവെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് എത്തുമ്പോഴേക്കും കുറഞ്ഞു വരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തല്ലേ സുഹൃത്തുക്കളെ പീഠഭൂമി എന്ന് പറയുന്നത് വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി വരുന്നത്. ഇത് പടിഞ്ഞാറ് നിന്നും എങ്ങോട്ടാ? നമ്മുടെ കിഴക്കേക്ക് വരും തോറും എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഉയരം എന്തെയും കുറഞ്ഞു വരും. പഠിച്ചോളണേ, ഉപദ്വീപീയ പീഠഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടെത്തുമ്പോഴേക്കും ഉയരം കുറഞ്ഞു വരുന്നു. ഇടതൂർന്ന വനങ്ങളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. ഇടതൂർന്ന വനങ്ങളാലും താഴ്വരകളാലും സമൃദ്ധമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. പഠിക്കുക, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം വിസ്തൃതി എത്രയാ സുഹൃത്തുക്കളെ? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമികളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പഠിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പൊതുവെ പീഠഭൂമികളുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടെത്തുമ്പോഴേക്കും കുറഞ്ഞു വരുന്നു. അതായത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടെത്തുമ്പോഴേക്കും കുറഞ്ഞു വരുന്നു. ഇടതൂർന്ന വനങ്ങളും താഴ്വരകളും സമൃദ്ധമായ പ്രദേശമാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം വിസ്തൃതി എന്ന് പറയുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പഠിക്കുക, ഇന്ത്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പഠിക്കുക. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കണ്ടുവരുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കണ്ടുവരുന്ന പ്രധാന ഭൂരൂപങ്ങൾ.
ടോറുകൾ. ആദ്യമായി പഠിക്കാനുള്ള എന്താണ്? ടോറുകൾ. ടോറുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, പണ്ട് നമ്മൾ 70s കളിക്കത്തില്ലേ, അതുപോലെ എന്താണ് പാറക്കല്ലുകള് ഇങ്ങനെ ചേർന്ന് എന്താണ് കാണപ്പെടും മലയുടെ മുകൾ ഭാഗങ്ങളിലായിട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടോറുകൾ എന്ന് പറയുന്നത്. അപ്പോ ടോറുകൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ്. ഖണ്ഡപർവ്വതങ്ങൾ. എന്താണ് ഖണ്ഡപർവ്വതങ്ങൾ? ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് കണക്ക് ഇങ്ങനെ തോന്നിക്കുന്ന പർവ്വതങ്ങളാണ് ഖണ്ഡപർവ്വതം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഏകദേശം ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു പിരമിഡ് ഷേപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ഇങ്ങനെ ഇരിക്കുന്ന പർവ്വതങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഖണ്ഡപർവ്വതങ്ങൾ എന്ന്. അപ്പോ ടോറുകളുണ്ട്, ഖണ്ഡപർവ്വതങ്ങളുണ്ട്, ഫ്രംശ താഴ്വരകളുണ്ട്. നമുക്കറിയാം എപ്പോഴും ഭൂമി കുലുക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രംശ താഴ്വരകൾ എന്ന്. അപ്പോ ഫ്രംശ താഴ്വരകൾ ഉപദ്വീപ പീഠഭൂമിയുടെ ഒരു പ്രത്യേകതയാണ്. ചെങ്കുത്തായ പ്രദേശങ്ങൾ, നിരനിരയായ മൊട്ടക്കുന്നുകൾ അല്ലെങ്കിൽ നിരയായ മൊട്ടക്കുന്നുകള്, ചുമർ സമാനമായ കോർസൈറ്റ് ഡെക്കുകൾ, ഇത്രയുമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ, ഫ്രംശ താഴ്വരകൾ, ചെങ്കുത്ത് പ്രദേശങ്ങൾ അല്ലെങ്കിൽ ചെങ്കുത്തായ പ്രദേശങ്ങള്, നിരനിരയായ മൊട്ടക്കുന്നുകള്, അതുപോലെ ചുമർ സമാനമായ കോർസൈറ്റിന്റെ ഡെക്കുകള് പഠിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ധാരാളം കറുത്ത മണ്ണിന്റെ സാന്നിധ്യം കാണപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗവും വടക്കു പടിഞ്ഞാറൻ മേഖലകളിലും ധാരാളമായിട്ട് കറുത്ത മണ്ണിന്റെ സാന്നിധ്യം കണ്ടുവരുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ധാരാളം കറുത്ത മണ്ണിന്റെ സാന്നിധ്യം കാണപ്പെടുന്നു. ഭൂപ്രകൃതി വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ 3ആയി തരംതിരിക്കാൻ പഠിച്ചോളണേ. ഭൂപ്രകൃതി വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ 3ആയി തരംതിരിക്കാം. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം കേട്ടോ. അപ്പോ ഭൂപ്രകൃതി വൈവിധ്യത്തിന്റെ അടിസ്ഥാനത്തില് ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ 3ആയി തരംതിരിക്കുന്നു. എങ്ങനെയൊക്കെയാണത്? ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും വടക്ക് കിഴക്കൻ പീഠഭൂമിയും, ഇങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നു. നമുക്ക് ആദ്യമായി നോക്കാം ഡെക്കാൻ പീഠഭൂമിയെ പറ്റി. ആരെ പറ്റിയാ? ഡെക്കാൻ പീഠഭൂമിയെ പറ്റി. ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകളാണ് നമ്മൾ ആദ്യം പഠിക്കുവാനുള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ വശം പശ്ചിമഘട്ട മലനിരകളാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരെന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് പൂർവഘട്ട മലനിരകളാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് പൂർവഘട്ട മലനിരകളാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് സത്പുര, മൈക്കല മലനിരകളും മഹോദയോ കുന്നുകളുമാണ് അതിരിടുന്നത്. പഠിച്ചോളണേ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗം സത്പുര, മൈക്കല മലനിരകളും മഹോദിയോ കുന്നുകളുമാണ് അതിരിടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകളാണ് നമ്മൾ പറഞ്ഞത്. പടിഞ്ഞാറെ അതിരെന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ അതിരെന്ന് പറയുന്നത് പൂർവഘട്ട മലനിരകളാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് സത്പുര, മൈക്കല മലനിരകളും അതുപോലെ തന്നെ മഹോദിയോ കുന്നുകളും അതിരിടുന്നു. പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്. പഠിച്ചോളുക. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണിനമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും ലാവ തണുത്തുറഞ്ഞ രൂപം കൊണ്ട പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമിയാണ്. നർമ്മദയുടെ തെക്കുവശത്തായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പഠിച്ചോളനെ. നർമ്മദാ നദിയുടെ തെക്കുവശത്തായി കാണപ്പെടുന്ന പീഠഭൂമി എന്ന് ചോദിച്ചാൽ അത് ഡെക്കാൻ പീഠഭൂമിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഡെക്കാൻ പീഠഭൂമിയുടെ അതിർത്തികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് പടിഞ്ഞാറ് പശ്ചിമഘട്ട മലനിരകള്, കിഴക്ക് പൂർവഘട്ട മലനിരകള്, വടക്ക് സത്പുര, മൈക്കല മലനിരകളും അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് മഹാദിയോ കുന്നുകളും അതിരിടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാനാണ്.
ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും ലാവ തണുത്തുറഞ്ഞ രൂപം കൊണ്ട പീഠഭൂമിയാണ്. നർമ്മദ നദിയുടെ തെക്കുവശത്തായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമിയെ പഠിക്കുക. ഡെക്കാൻ പീഠഭൂമിക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഫലമായി പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഒരുപാട് തവണ +2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. എന്തെന്നറിയപ്പെടുന്നത് അവനെ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ലാവാശിലകൾക്ക് അപരദനം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണിനം കാണപ്പെടുന്ന മേഖലയും ഈ ഡെക്കാൻ ട്രാപ്പ് മേഖലയാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ലാവാശിലകൾക്ക് അപരദനം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണിനം കാണപ്പെടുന്ന മേഖലയെന്ന് ചോദിച്ചാൽ ഈ ഡെക്കാൻ ട്രാപ്പ് മേഖലയാണ്. ഡെക്കാൻ ട്രാപ്പ് മേഖല നിർമ്മിതമായിരിക്കുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. പഠിച്ചോളനെ, ഡെക്കാൻ ട്രാപ്പ് മേഖല നിർമ്മിതമായിരിക്കുന്ന ശിലകൾ ഏത് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളാണ്. ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രദേശം പൂനെ. ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? പൂനെയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി എന്നിവയാണ് ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയുടെ ലാവാശിലകൾക്ക് അപരദനം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണിനം കാണപ്പെടുന്ന മേഖല എന്ന് ചോദിച്ചാൽ ഡെക്കാൻ ട്രാപ്പ് മേഖലയിലാണ്. ഡെക്കാൻ ട്രാപ്പ് മേഖല നിർമ്മിതമായിരിക്കുന്ന ശിലകളെ എന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളാണ്. ഡെക്കാന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രദേശം പൂനെയാണ്. പഠിക്കുക. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. പഠിക്കുക. ആനമല കുന്നുകളിലെ ആനമുടി കൊടുമുടിക്ക് 2695 മീറ്റർ ഉയരമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആനമല കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി കൊടുമുടിക്ക് 2695 മീറ്റർ ഉയരമുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. മറക്കരുത്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധോഡാബേട്ട. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് ധോഡാബേട്ടയാണ്. ഏതാ സുഹൃത്തുക്കളെ? ധോഡാബേട്ടയാണ്. ധോഡാബേട്ട കൊടുമുടിയുടെ ഉയരം 2637 മീറ്റർ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളണേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുമുണ്ട്. ധോഡാബേട്ട കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 2637 മീറ്റർ ആണ്. ധോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ്. ധോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ്. PSC ഇവിടെ നിന്ന് ചോദിക്കുന്നത് നീലഗിരി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നായിരിക്കും. ഉത്തരം ധോഡാബേട്ടയാണ്. ധോഡാബേട്ടയുടെ ഉയരം എത്രയാണ്? 2637 മീറ്റർ ആണ്. മിക്ക ഉപദ്വീപീയ നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. മിക്ക ഉപദ്വീപീയ നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ആനമല കുന്നുകളിലെ ആനമുടി കൊടുമുടിക്ക് 2695 മീറ്റർ ഉയരമുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധോഡാബേട്ട. ധോഡാബേട്ട കൊടുമുടിയുടെ ഉയരം 2637 മീറ്റർ ആണ്. ധോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി മലനിരകളുടെ ഭാഗം അല്ലെങ്കിൽ കുന്നുകളുടെ ഭാഗമായിട്ടാണ്. മിക്ക ഉപദ്വീപീയ നദികളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. പഠിക്കുക. ആരവല്ലി പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ആരവല്ലിയാണ്. മറക്കല്ലേ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കുപർവ്വതം എന്ന് ചോദിച്ചാൽ അത്
ആരവല്ലിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം എന്ന് ചോദിച്ചാൽ അത് ഹിമാലയമാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്, മിക്ക സുഹൃത്തുക്കൾക്കും തെറ്റുന്ന പോയിന്റാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വനിരയാണ് ആരവല്ലി പർവ്വനിര. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്നത് ആരവല്ലി പർവ്വനിരയാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്ന പർവ്വനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. ആരവല്ലി പർവ്വനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ഗുരുശിഖർ ആണ്. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യം. ആരവല്ലി പർവ്വനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ഗുരുശിഖർ ആണ്. മൗണ്ട് ഗുരുശിഖറിന്റെ ഉയരം സുഹൃത്തുക്കൾ പഠിച്ചുകൊള്ളുക 1722 മീറ്റർ. മൗണ്ട് ഗുരുശിഖറിന്റെ ഉയരം എത്രയാണ്? 1722 മീറ്റർ ആണ്. ആരവല്ലി പർവ്വനിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ആരവല്ലി പർവ്വനിരയിലെ സുഖവാസ കേന്ദ്രമാണ് ചോദിക്കുന്നെങ്കിൽ അത് മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ്. പഠിക്കണേ, കൺഫ്യൂഷൻ വേണ്ട. ആരവല്ലി പർവ്വനിരയിലെ സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. ആരവല്ലി പർവ്വനിരയിലെ ജൈനമത തീർത്ഥാടന കേന്ദ്രം ചോദിച്ചാൽ അത് ദിൽവാര ക്ഷേത്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിലാണ്. ആരവല്ലി പർവ്വനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ആരവല്ലി പർവ്വനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3. ആരവല്ലി പർവ്വനിര കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഇങ്ങനെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. ആരവല്ലി പർവ്വനിര കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ആരവല്ലി പർവ്വനിര കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഗുജറാത്ത്. ഇതിലെ 3 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും വരുന്നുണ്ട്. സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ആവരുത്. പഠിക്കാൻ വേണ്ടി ഒന്നിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഗുജറാത്ത്. ആരവല്ലി പർവ്വനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്. അതിനോടൊപ്പം നമ്മൾ ആരെയും പഠിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി അല്ലെങ്കിൽ ന്യൂഡൽഹിനെ പഠിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ ഈ പോയിന്റ് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ആരവല്ലി പർവ്വനിര കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ അങ്ങ് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ പ്രദേശങ്ങൾ നമുക്ക് അങ്ങ് പഠിക്കാം. ജി ആര്യയുടെ രാജ ഡി ഹരിയാണ് എന്നങ്ങ് പഠിക്കുക. ജി ആര്യയുടെ രാജ ഡി ഹരിയാണ് എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയാം സുഹൃത്തുക്കളെ. ജി ആര്യയുടെ രാജ ഡി ഹരിയാണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, ആര്യയുടെ എന്ന് വെച്ചാൽ അത് ആരവല്ലി പർവ്വനിരയെ സൂചിപ്പിക്കുന്നു. ആര്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരവല്ലി പർവ്വനിരയെ സൂചിപ്പിക്കുന്നു. രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തെ സൂചിപ്പിക്കുന്നു. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തെ സൂചിപ്പിക്കുന്നു. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയെ സൂചിപ്പിക്കുന്നു. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആരവല്ലി പർവ്വനിര കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ 3 അതിനോടൊപ്പം ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. മൊത്തം 4 പ്രദേശങ്ങളിലൂടെയാണ് ആരവല്ലി പർവ്വനിര കടന്നു പോകുന്നത്. നമുക്കപ്പോ അതിന്റെ കോഡിലൂടെ അങ്ങ് പഠിച്ചു കളയാം. ജി ആര്യയുടെ രാജ ഡി ഹരിയാണെന്നാണ് നമ്മുടെ കോഡ്. ഇതിൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരവല്ലി പർവ്വനിര, രാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി, ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയെ സൂചിപ്പിക്കുന്നു. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒത്തിരി തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച മേഖലയാണ്. ഇതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ഭാഗം പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകൾ ആദ്യമായി പഠിക്കേണ്ടതാണ് NW1 അഥവാ നാഷണൽ വാട്ടർവേ 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ NW1. NW2 സാദിയ മുതൽ ധൂബ്രി വരെ. NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത എന്ന് ചോദിച്ചാൽ അത് NW3 ആണ്. അത് എവിടെ മുതൽ എവിടെ വരെ സുഹൃത്തുക്കളെ? കൊല്ലം മുതൽ ഇപ്പോൾ കോഴിക്കോട് വരെയാണ് കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു, ഇപ്പോൾ അത് കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. NW4 ആണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെ. NW4 കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. NW4
കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. NW5 താൽച്ചർ മുതൽ ധാംറ വരെയാണ്. NW5 താൽച്ചർ മുതൽ ധാംറ വരെയാണ്. NW5 താൽച്ചർ മുതൽ ധാംറ വരെയാണ്. NW6 ലക്കിപ്പൂർ മുതൽ ഫാംഗ്ര വരെയാണ്. NW6 ലക്കിപ്പൂർ മുതൽ ഫാംഗ്ര വരെയാണ്. പഠിക്കുക. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളാണ് നമ്മൾ പറഞ്ഞത്. NW1 എന്ന് പറഞ്ഞാല് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ഇത് ഏത് നദിയിലാ സുഹൃത്തുക്കളെ? ഹൂഗ്ലി നദിയിലാണ്. ഏതിലാണ്? ഹൂഗ്ലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ NW2 എന്ന് പറഞ്ഞാൽ സാദിയ മുതൽ ധൂബ്രി വരെയാണ്. ഇത് ഏത് നദിയിലാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ്. അതുപോലെ NW3യുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർവേ ഏത്, അല്ലെങ്കിൽ ദേശീയ ജലപാത ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NW3 ആണ്. ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു. ഇപ്പോ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ പഠിക്കണം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു, ഇപ്പോഴത് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. NW4 എന്ന് പറഞ്ഞാൽ കാക്കിനട മുതൽ പുതുച്ചേരി വരെ. NW4 കാക്കിനട മുതൽ പുതുച്ചേരി വരെ. NW5 താൽച്ചർ മുതൽ ധാംറ വരെ. NW5 താൽച്ചർ മുതൽ ധാംറ വരെ. NW6 ലക്കിപ്പൂർ മുതൽ ഫാംഗ്ര വരെ. ലക്കിപ്പൂർ മുതൽ ഫാംഗ്ര വരെ പഠിക്കും. 67ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? ഉത്തരം ഉത്തര മഹാസമതലമാണ് കേട്ടോ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. അതായത് ഗംഗയും ഗംഗയുടെ പോഷക നദികളും ചേർന്ന് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ രൂപീകരിക്കുന്ന മഹാസമതലം അറിയപ്പെടുന്ന പേരാണ് ഉത്തര മഹാസമതലം എന്നുള്ളത്. ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ധാന്യപ്പുര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ധാരാളം എക്കൽ നിക്ഷേപം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് കാർഷിക വിളകൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് ആരെ വിളിക്കുന്നത്? ഉത്തര മഹാസമതലത്തിനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്തര മഹാസമതലത്തെ കുറിച്ചൊന്ന് പഠിക്കാം. ഉത്തര മഹാസമതലത്തെ പറ്റി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഒന്നുകൂടി പറയുന്നേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഉത്തര മഹാസമതലമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇവയെല്ലാം 100ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. സുഹൃത്തുക്കൾ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. എന്താ പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയ്ക്കും അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തര മഹാസമതലമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപ ഫലമായി രൂപപ്പെട്ട സമതലം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും നദികളും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപം കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന അതിബൃഹത്തായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള സമതല മേഖലയാണ് ഉത്തര മഹാസമതലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തര മഹാസമുദ്രത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉത്തര മഹാസമുദ്രത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം എന്താ സുഹൃത്തുക്കളെ? അത് എക്കൽ മണ്ണാണ്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്തൃതമായിട്ടുള്ള വിസ്തൃതി കൂടിയ എക്കൽ സമതലം അല്ലെങ്കിൽ വീതി കൂടിയ വലിപ്പം കൂടിയ എക്കൽ സമതലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശം എന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലമാണ്. ഓൾറെഡി നമുക്കറിയാം ഉത്തർപ്രദേശ് സംസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തര മഹാസമതലത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ആ UP കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഉത്തര മഹാസമതലത്തിലാണ്. അതുകൊണ്ട് ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഓർത്തു വെച്ചിരിക്കാം. അതിവിശാലമായ നിരപ്പേറിയതും ഭൂസവിശേഷതയുള്ളതുമായ ഉത്തര മഹാസമുദ്രത്തിൽ റെയിൽ റോഡ്, കനാൽ ശൃംഖലകൾ കൂടുതലായി കാണപ്പെടുന്നു. ശരിയാണല്ലേ? അതിവിശാലമായ നിരപ്പേറിയ ഭൂസവിശേഷത ഉള്ളതിനാൽ, അതായത് വിശാലമായിട്ടുള്ളതാണ്, നിരപ്പിലുള്ളതാണ്, ഈ ഭൂസവിശേഷത ഉള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതലായിട്ട് റെയിൽ റോഡ്, കനാൽ സംവിധാനങ്ങൾ കാണപ്പെടുന്നു. കനാൽ സംവിധാനം കാണപ്പെടുമ്പോൾ പിന്നെ സംശയമൊന്നുമില്ലല്ലോ. കാരണം എന്താ? 3 പ്രധാനപ്പെട്ട നദികൾ ഒഴുകുന്നത് കൊണ്ട് തന്നെ കനാൽ സംവിധാനത്തിന് കുറവൊന്നുമില്ല. അതുപോലെ തന്നെ നിരപ്പേറിയതും വിശാലമായതുമായത് കൊണ്ട് തന്നെ റെയിൽ റോഡ് സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിന് എന്താണ്? വലിയ തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവ കൂടുതൽ കാണപ്പെടുന്നതും എവിടെയാണ്? ഈ ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമായിട്ടാണ്.
ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. അതായത് ഉത്തര മഹാസമതലം ഇങ്ങനെ കിടക്കുന്നു. ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ആരായിട്ട് വരുവോടെ, ഏത് സംസ്ഥാനമായിട്ട് വരും? യെസ്, നമ്മുടെ രാജസ്ഥാൻ സംസ്ഥാനമായിട്ട് വരും. അപ്പൊ ആ രാജസ്ഥാൻ സംസ്ഥാന ഭാഗത്ത് മഴ എന്താണ്? തീരെ കുറവാണ്. ആ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് താർ മരുഭൂമി. ഇനി മറക്കല്ലേ, ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറേ വശം എന്ന് പറയുന്നത് മഴ തീരെ കുറവുള്ള പ്രദേശമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നതാണ് താർ മരുഭൂമി എന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ജയ്സാമീർ ആണ്. ഇത് താർ മരുഭൂമിയുടെ ഭാഗമാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. താർ മരുഭൂമിയുടെ ഭാഗമാണ്, മറക്കരുത്. ജയ്സാമീർ എവിടെയാ സുഹൃത്തുക്കളെ? അത് താർ മരുഭൂമിയുടെ ഭാഗമാണ്. ഒന്നുകൂടി പറയാം, ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് പ്രദേശം എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ വരും. ആ പ്രദേശത്ത് മഴ തീരെ കുറവാണ്. ഈ പ്രദേശമാണ് താർ മരുഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് ജയ്സാമീർ ആണ്. ഈ ജയ്സാമീർ രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെയുണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് ഈ സമതല ഭാഗത്തിന്റെ രൂപീകരണത്തിന് പങ്കുവഹിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏതെങ്കിലുമൊക്കെ നദികൾ വേണമെന്നാണ് സമതല പ്രദേശങ്ങൾ രൂപീകരിക്കാൻ. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന പടിഞ്ഞാറൻ സമതല പ്രദേശം രൂപീകരിക്കുന്നതിന് കാരണമായ നദികളായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ലൂണി നദിയും അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്രത്യക്ഷപ്പെട്ട നദി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സരസ്വതി നദിയും ചേർന്നാണ് ഈ സമതലം രൂപീകരിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ഓർക്കുക സുഹൃത്തുക്കളെ, ഈ ഭാഗം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് മരുഭൂമി മണ്ണ്. ഓൾറെഡി താർ എന്ന് പറയുന്ന മരുഭൂമിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട കാര്യമില്ല. താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം എന്തായിരിക്കും? മരുഭൂമി മണ്ണാണ്. ഇനി ഡൗട്ടുള്ള സുഹൃത്തുക്കളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. മരുപ്രദേശത്തെ പ്രധാന സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. എങ്ങനെയുള്ളതാണ്? മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന് പറഞ്ഞതാണ് മരുപ്രദേശത്തെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇനി സുഹൃത്തുക്കൾ മറക്കാതിരിക്കുക, PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു മരുപ്രദേശത്തെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ്. ഓർക്കുക. ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് നമ്മൾ ഇനി നോക്കാനുള്ളത്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ആസാം. ഒന്നുകൂടി പറയാം, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ആസാം. ഇതിൽ സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ടാവുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. ഒന്ന് രാജസ്ഥാനും അതുപോലെ തന്നെ ആസാമും. ഇത് രണ്ടും നമുക്ക് ഡൗട്ട് ആയിരിക്കും. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ പഠിക്കുക. രാജസ്ഥാനും ആസാമും ഉത്തര മഹാസമതലത്തിന്റെ ഭാഗം തന്നെയാണ്. ഓർത്ത് പഠിക്കുക, രാജസ്ഥാനും ആസാമും ഉത്തര മഹാസമതലത്തിന്റെ ഭാഗം തന്നെയാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. രാജന്റെ പഞ്ച് കണ്ട ബീഹരി ഉത്തരം കിട്ടാതെ ആസായി. എന്താ പറഞ്ഞിരിക്കുന്നത്? രാജന്റെ പഞ്ച് കണ്ട ബീഹരി ഉത്തരം കിട്ടാതെ ആസായി എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണേ, രാജന്റെ പഞ്ച് കണ്ട ബീഹരി ഉത്തരം കിട്ടാതെ ആസായി എന്നങ്ങ് പഠിച്ചു വെക്കുക. രാജന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ. രാജന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? അത് രാജസ്ഥാനാണ്. പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ്. പഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? പഞ്ചാബ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംസ്ഥാനം, ബീഹാറും ബംഗാളും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംസ്ഥാനം ഏതൊക്കെയാണ്? ബീഹാറും ബംഗാളും. ഇനി ഡൗട്ട് ഇല്ലല്ലോ സുഹൃത്തുക്കൾക്ക്. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാന. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഹരിയാന. അതിനോടൊപ്പം തന്നെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉത്തർപ്രദേശാണ്. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സുഹൃത്തുക്കളെ? ഉത്തർപ്രദേശാണ്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. രാജന്റെ പഞ്ച് കണ്ട ബീഹരി ഉത്തരം കിട്ടാതെ ആസായി. രാജന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ, പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ബീഹാറും ബംഗാളും, ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാന, ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉത്തർപ്രദേശാണ്. ഇതൊന്ന് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ്. നദികളുടെ നിക്ഷേപ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം സുഹൃത്തുക്കൾ. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റ് ആണ് ഈ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നദികളുടെ നിക്ഷേപ പ്രക്രിയയുടെ ഫലമായിട്ട് ഉത്തര മഹാസമതലത്തിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തതാണ് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം ദാ ഇവിടെ വരും. ദാ ഈ വരച്ചിരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇതാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഇതിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും ചേർന്നുകൊണ്ടാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തതാണ് മരുസ്ഥലി ബാഹർ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉത്തര മഹാസമതലത്തിന്റെ ഏറ്റവും പടിഞ്ഞാറെ അതിരെന്ന് പറയും. ഏറ്റവും പടിഞ്ഞാറെ അതിരെന്ന് പറയുമ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന രാജസ്ഥാന്റെ ഭാഗമായിട്ട് വരുന്ന പ്രദേശങ്ങൾ.
ഈ പ്രദേശത്ത് പ്രധാനമായിട്ടും രണ്ട് നദികളാണുള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ ആളാരാണ്? ലൂണി നദിയും അതുപോലെ തന്നെ മറ്റൊരാളാണ് സരസ്വതി നദിയും അല്ലെ? ലൂണി നദിയും സരസ്വതി നദിയും. അപ്പൊ ഈ ലൂണി സരസ്വതി നദികൾ രൂപീകരിച്ച ഉത്തരമഹാസമതലത്തിന്റെ ഭാഗമാണ് എന്ത്? മരുസ്ഥലി ബാഹർ എന്നറിയപ്പെടുന്നത്. ഇത് രാജസ്ഥാന്റെ ഭാഗമായിട്ട് വരുന്ന പ്രദേശമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് ഗംഗാസമതലം. ഗംഗാസമതലം എന്ന് പറയുമ്പോഴേ അതിനകത്ത് തന്നെ ഉണ്ടല്ലേ, ഗംഗയും ഗംഗയുടെ പോഷക നദികളും കൂടി ചേർന്നുകൊണ്ട് രൂപീകരിക്കുന്ന സമതലം അറിയപ്പെടുന്ന പേരാണ് ഗംഗാസമതലം എന്ന് പറയുന്നത്. അവസാനമായി നമ്മൾ പഠിക്കാനുള്ളതാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലം അറിയപ്പെടുന്ന പേരാണ് ബ്രഹ്മപുത്ര സമതലം. ദാ മാർക്ക് ചെയ്തിരിക്കുന്നത് ബ്രഹ്മപുത്ര നദി വരുന്നു, ബ്രഹ്മപുത്ര സമതലം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം എവിടെയായിട്ട് വരും? ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഉത്തര മഹാസമുദ്രം നമുക്ക് പറയാം, അല്ലെങ്കിൽ ഉത്തര മഹാസമുദ്രത്തിന്റെ ഏറ്റവും കിഴക്കേ വശത്തുള്ള അതിര്. അപ്പൊ പ്രധാനമായിട്ടും നമ്മളിപ്പോ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഉത്തര മഹാസമുദ്രത്തിന്റെ ഭാഗം രൂപീകരിച്ച ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദിയുമാണ്. ഉത്തരമഹാസമതലത്തിന്റെ മധ്യഭാഗം രൂപീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗയും അതുപോലെ ഗംഗയുടെ പോഷക നദികളും ചേർന്നാണ്. പടിഞ്ഞാറേ ഭാഗം എന്ന് പറയുന്നത് രൂപീകരിച്ചിരിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സരസ്വതി നദിയും ലൂണി നദിയും ചേർന്നാണ്. അതിനിടയ്ക്കുള്ള പ്രദേശം, അതായത് ഉത്തര മഹാസമതലത്തിന്റെ മധ്യഭാഗത്തിനും പടിഞ്ഞാറേ ഭാഗത്തിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ പ്രദേശം ആര് രൂപീകരിച്ചു വെച്ചിരിക്കുന്നു? നമ്മുടെ സിന്ധു നദിയും അതിന്റെ പോഷക നദിയും ചേർന്ന് രൂപീകരിച്ചു വെച്ചിരിക്കുന്നു. ഇത്രയുമാണ് ഉത്തര മഹാസമതലത്തിന് നദികളുടെ വ്യൂവിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും 4 ഭൂരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായിട്ടും എത്ര ഭൂരൂപങ്ങൾ സുഹൃത്തുക്കളെ കാണാൻ കഴിയും? 4 പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ കാണാൻ കഴിയും. ഭാബർ, ടെറായി, ഭംഗർ, ഖാദർ. ഏതൊക്കെയാണത്? ഭാബർ, ടെറായി, ഭംഗർ, ഖാദർ. 68ാമത്തെ ചോദ്യം, ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഭൂതല ഛായാഗ്രഹണം എന്നാണ് കേട്ടോ. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നേ? ഭൂതല ഛായാഗ്രഹണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം വിദൂര സംവേദനം. എന്താ സുഹൃത്തുക്കളെ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ ഒരു പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചോളനെ, അല്ലെങ്കിൽ നമ്മൾ പറയും റിമോട്ട് സെൻസിങ് എന്ന് കേട്ടോ ഇംഗ്ലീഷില്. അപ്പൊ എന്താ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ ഇനി ഒരു പ്രതിഭാസം തന്നെ ആയിക്കോട്ടെ അതിന് സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ, അതായത് ചെന്ന് തൊട്ടു നോക്കി കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഛായാഗ്രഹണം എന്ന് പറയുന്ന പരിപാടി ആരംഭിക്കുന്നത്. അതോടെ അത് ഉപയോഗിച്ചുള്ള വിവരശേഖരണവും ആരംഭിച്ചു. പഠിച്ചോളനെ, 19ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഛായാഗ്രഹണം അഥവാ ഫോട്ടോഗ്രഫി എന്നുള്ള പരിപാടി തുടങ്ങിയത്. ആ സമയം മുതൽ എന്ത് ചെയ്തു? ആ രീതിയിലുള്ള വിവരശേഖരണവും ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ഹോട്ട് എയർ ബലൂണുകളാണ് വിദൂര സംവേദനത്തിന് ഉപയോഗിച്ചിരുന്നത്. പഠിച്ചോളനെ, ആദ്യകാലങ്ങളിൽ വിദൂര സംവേദനത്തിന് ഉപയോഗിച്ചിരുന്ന ഉപാധി എന്തായിരുന്നു? ഹോട്ട് എയർ ബലൂണുകളായിരുന്നു. അതിനുശേഷം പിന്നെ വിമാനങ്ങളും ഉപയോഗിച്ചു തുടങ്ങി. 1960-ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദനം ആരംഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. 1960-കളിലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിദൂര സംവേദനം ആരംഭിച്ചത്. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ, ക്യാമറകൾ, സ്കാനറുകൾ എന്നിവ. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാ? സംവേദകങ്ങള്, ക്യാമറകള്, സ്കാനറുകൾ എന്നിവയാണ്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണങ്ങളെയാണ് സംവേദകം പകർത്തുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണങ്ങളാണ് സംവേദകം പകർത്തുന്നത്. സംവേദകങ്ങൾ സ്ഥാപിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു. ഇതങ്ങ് പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ്. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലാറ്റ്ഫോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കേണ്ടതാണ് ഊർജത്തിന്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം, അല്ലെങ്കിൽ വിദൂര സംവേദനം രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഊർജത്തിന്റെ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് നോക്കാം. പരോക്ഷ വിദൂര സംവേദനമെന്നും പ്രത്യക്ഷ വിദൂര സംവേദനമെന്നും. എങ്ങനെയാ ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനങ്ങൾ ഡിവൈഡ് ചെയ്തേക്കുന്നേ? പരോക്ഷ വിദൂര സംവേദനം അഥവാ പാസീവ് റിമോട്ട് സെൻസിങ് എന്നും അതുപോലെ പ്രത്യക്ഷ വിദൂര സംവേദനം അഥവാ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്നും. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം പരോക്ഷ വിദൂര സംവേദനം എന്തെന്ന്. സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ്
ഇവിടെ സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല. എന്താണ് പരോക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗരോർജത്തിന്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്ന സംവിധാനമാണ് പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. രണ്ടാമത്തെ പോയിന്റ് പ്രത്യക്ഷ വിദൂര സംവേദനം. സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശം അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം അറിയപ്പെടുന്ന പേരാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. അപ്പൊ എന്താ പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശം അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം അറിയപ്പെടുന്ന പേരാണ് പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് സുഹൃത്തുക്കൾക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കും. രാവിലെ അല്ലെങ്കിൽ ഉച്ച സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഫ്ലാഷ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. പകരം നമ്മൾ ഡയറക്റ്റ് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രകാശം ആരാ തന്നത്, അല്ലെങ്കിൽ ഊർജ്ജം ആരാ തന്നത്? നമ്മുടെ സൂര്യനാണ് തന്നത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള വസ്തുവിൽ തട്ടുന്നു. അത് നേരെ നമ്മുടെ ഫോണിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ലെൻസ് വഴി അതിന്റെ സെൻസറിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഫോട്ടോ ലഭിക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രകാശോർജ്ജം അവിടെ ഉപയോഗിച്ചോ നമ്മുടെ ഫോണിൽ നിന്നും? ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് പറയാം? പരോക്ഷ വിദൂര സംവേദനം അഥവാ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. എന്നാൽ നേരെ തിരിച്ച് രാത്രി കാലങ്ങളാകുമ്പോഴത്തേക്കും സൂര്യപ്രകാശമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു പ്രകാശ സോഴ്സിന്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കും അല്ലെ. അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്തത്? നമ്മുടെ ഡിവൈസിലുള്ള ഒരു പ്രത്യേക ഊർജത്തിന്റെ സഹായം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് ഈ പറയുന്ന പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ, പഠിച്ചു വെക്കുക. പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ സുഹൃത്തുക്കളെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം അറിയപ്പെടുന്ന പേരാണ് പ്ലാറ്റ്ഫോം എന്ന്. ആ പ്ലാറ്റ്ഫോമിന് അനുസരിച്ച് അടിസ്ഥാനമാക്കി എന്ത് ചെയ്യാം? വർഗീകരണം മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഭൂതല ഛായാഗ്രഹണം. എന്താണ് ഭൂതല ഛായാഗ്രഹണം? ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ നമ്മള് ഒരു പ്രദേശത്ത് ചെന്നിട്ട് അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രദേശത്തിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? ഭൂതല ഛായാഗ്രഹണം എന്ന് പറയാം. ഓക്കെ ആണേ? അപ്പൊ നമ്മുടെ ഭൂപ്രതലത്തിൽ നിന്ന്, അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് എന്താണ് അത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഭൂതല ഛായാഗ്രഹണം എന്ന് പറയാം. രണ്ടാമത്തേതാണ് ആകാശീയ വിദൂര സംവേദനം. രണ്ടാമത്തെ എന്താണ്? ആകാശീയ വിദൂര സംവേദനം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്നറിയപ്പെടുന്നത്. എന്താ ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തിൽ നിന്നും ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. അതായത് നമ്മുടെ ഡ്രോണുകളൊക്കെ ചെയ്യുന്ന പരിപാടി കുറച്ചുകൂടെ ഹെവി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനങ്ങളിൽ വലിയ സെൻസറുകളും ക്യാമറകളൊക്കെ ഉപയോഗിച്ച് വലിയൊരു ഏരിയ നമ്മൾ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. പ്രത്യേകിച്ച് ഈ വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഉപഗ്രഹ വിദൂര സംവേദനം. എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം? കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്നറിയപ്പെടുന്നത്. പഠിക്കുക. 69ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാ പോയിന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം അറിയപ്പെടുന്ന പേരെന്താ? ഇന്ദിരാ പോയിന്റ് എന്നാണ്. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ അതിർത്തികൾ ഒന്ന് പഠിക്കാം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഇന്ദിരാക്കോള്. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ്. പഠിക്കുക. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം അറിയപ്പെടുന്ന പേര് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാക്കോൾ ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ വടക്ക് വശം എന്ന് പറയുമ്പോഴത്തേക്കും ഏതാ സുഹൃത്തുക്കളെ വരുന്നത്? ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് വരുന്നത്. ആ പ്രദേശത്ത് നല്ല തണുപ്പാണല്ലേ. തണുപ്പിന്റെ ഇംഗ്ലീഷ് എന്താ സുഹൃത്തുക്കളെ? കോൾഡ്. അപ്പോ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് നല്ല കോൾഡ് ആയതുകൊണ്ട് ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വടക്കേ അറ്റത്താണ്, ലഡാക്കിലാണ്. പഠിക്കാൻ ഇനി ഡൗട്ട് ഇല്ലല്ലോ സുഹൃത്തുക്കളെ? ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് നല്ല കോൾഡ് ആണ് കേട്ടോ. നല്ല
കോൾഡ് ആണ്. അതുകൊണ്ട് ഇന്ദിരാ കോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭൂപ്രദേശമാണ് ഇന്ദിരാ പോയിന്റ്. അത് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭൂപ്രദേശമാണ് ഇന്ദിരാ പോയിന്റ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. പിഗ്മാലിയൻ പോയിന്റ് എന്നും പാർസൺ പോയിന്റ് എന്നും അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ്. പഠിച്ചു വെച്ചോളണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ. പിഗ്മാലിയൻ പോയിന്റ് എന്നും പാർസൺ പോയിന്റ് എന്നും അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഒന്നുകൂടി പറയുവാണേ, പിഗ്മാലിയൻ പോയിന്റ് എന്നും പാർസൺ പോയിന്റ് എന്നും അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റിനെയാണ്. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ഭൂപ്രദേശം ഗുഹർമോത്തി. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുഹർമോത്തിയാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. എവിടെയാണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം എന്ന് ചോദിച്ചാൽ അത് കിബുത്തുവാണ്. അത് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറക്കല്ലേ. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ഭൂപ്രദേശം എന്ന് ചോദിച്ചാൽ ഗുഹർമോത്തിയും ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം എന്ന് ചോദിച്ചാൽ അത് കിബിത്തുവുമാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരിയാണ്. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് കേട്ടോ, പഠിച്ചോളെ. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം എവിടെയെന്ന് ചോദിച്ചാൽ കന്യാകുമാരി നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇന്ദിരാ കോൾ അല്ലെങ്കിൽ അത് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. വടക്കേ അറ്റത്ത് നല്ല കോൾഡ് ആയതുകൊണ്ട് ഇന്ദിരാ കോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം അറിയപ്പെടുന്ന പേര് ഇന്ദിരാ പോയിന്റ്. സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബാറിലാണ്. പിഗ്മാലിയൻ പോയിന്റ് എന്നും പാർസൺ പോയിന്റ് എന്നും അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ഭൂപ്രദേശം അറിയപ്പെടുന്ന പേര് ഗുഹർമോത്തി. അത് എവിടെയാണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഭൂപ്രദേശം അറിയപ്പെടുന്ന പേര് കിബുത്തുവാണ്. അത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് കന്യാകുമാരി. അത് തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? പഠിക്കുക, 2.42%. മറക്കാതെ പഠിക്കണേ. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2.42%. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഇന്ത്യയുടെ വലിപ്പം 7. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഇന്ത്യയുടെ വലിപ്പം എത്രയാണ്? 7ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയെന്ന് ചോദിച്ചാൽ അത് 3214 കിലോമീറ്റർ ആണ്. അതായത് ഇത് പഠിക്കാനായിട്ട് സുഹൃത്തുക്കൾ ഓർക്കുക, 3ൽ നിന്ന് 1 കുറച്ച 2, 2ൽ നിന്ന് 1 കുറച്ച 1, പിന്നെ ഒരു 4 കൂടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉത്തരമായി 3214 കിലോമീറ്റർ. ഒരുപാട് തവണ ചോദിച്ച ചോദ്യം. ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറ് ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ അത് 2933 കിലോമീറ്റർ ആണ്. പഠിക്കുക, ഇന്ത്യയുടെ തെക്കു വടക്ക് ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3214 കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറ് ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ അത് എത്രയാ സുഹൃത്തുക്കളെ? 2933 കിലോമീറ്ററുമാണ്. പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അടുത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അടുത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇപ്പോഴും ഓപ്ഷനകത്ത് ജമ്മു കാശ്മീർ ഇട്ട് നമ്മളെ പണി തരുന്നുണ്ട് PSC. ശ്രദ്ധിച്ച് പഠിക്കുക. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇപ്പോൾ ആരാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. ഉദയസൂര്യന്റെ സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ആവാനുള്ള കാരണം ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. ഒന്നുകൂടി പറയുവാണേ, ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 2.42%. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഇന്ത്യയുടെ വലിപ്പം എത്രയെന്ന് ചോദിച്ചാൽ 7ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. പഠിച്ചു വെക്കുക. 70ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പശ്ചിമ അസ്വസ്ഥതയാണ് കേട്ടോ. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകങ്ങൾ ഏതാണ്? അലോർണമാര, പശ്ചിമ അസ്വസ്ഥതയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന
ഘടകങ്ങൾ ഏതെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് അക്ഷാംശീയ സ്ഥാനം. എന്താണ് അക്ഷാംശീയ സ്ഥാനം അല്ലെങ്കിൽ അക്ഷാംശ സ്ഥാനം? ഭൂമിയുടെ ജിയോയിഡ് ഷേപ്പ് അനുസരിച്ച് സൂര്യപ്രകാശം എല്ലായിടത്തും ഒരുപോലെ എത്തില്ല. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ താപനില കുറയുന്നതിന് ഇത് കാരണമാകുന്നു. ഇതാണ് അക്ഷാംശീയ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അക്ഷാംശീയ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയുടെ ജിയോയിഡ് ഷേപ്പിനനുസരിച്ച് സൂര്യപ്രകാശം എല്ലായിടത്തും ഒരുപോലെ എത്തില്ല. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ താപനില കുറയുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഒരു ധ്രുവ പ്രദേശത്തുള്ള ഒരു രാജ്യത്തിന്റെ താപനില ആയിരിക്കില്ല ഭൂമധ്യരേഖാ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത്. അവിടെ താപനില ഒരല്പം കൂടുതലായിരിക്കും അല്ലെ. ധ്രുവ പ്രദേശത്തിനെ വെച്ച് നോക്കുമ്പോൾ താപനിലയിൽ വലിയ വ്യത്യാസം വരും. അപ്പൊ അതൊന്ന് ഓർക്കുക. അടുത്തതാണ് ആ പ്രദേശത്തിന്റെ ഉയരം അല്ലെങ്കിൽ ആ രാജ്യം. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉയരത്തിനനുസരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയർന്ന തലങ്ങളിലേക്ക് പോകും തോറും താപനില കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയർന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ താപനില കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹിമാലയത്തിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെ മഞ്ഞ് വീഴ്ച വരാൻ കാര്യം എന്താ? അതൊക്കെ നമ്മുടെ സീ ലെവലിൽ നിന്നും അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ്. ഇങ്ങനെ ഉയരം കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്? താപനില കുറയുകയും ചെയ്യുന്നു. ഇതുകൂടെ സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. അടുത്തതാണ് ഒരു പ്രദേശത്തിന്റെ മർദ്ദവും കാറ്റും. ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന മർദ്ദവും അതുമൂലം രൂപപ്പെടുന്ന കാറ്റും. ഏതൊരു പ്രദേശത്തിന്റെയും മർദ്ദവും കാറ്റും ആ സ്ഥലത്തിന്റെ അക്ഷാംശത്തെയും ഉയരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ അതിനനുസരിച്ച് താപനിലയെ സ്വാധീനിക്കുന്നു. ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? മർദ്ദവും കാറ്റും എന്ന് പറയുന്നത് അക്ഷാംശ സ്ഥാനത്തെയും അതുപോലെ ആ പ്രദേശത്തിന്റെ ഉയരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അക്ഷാംശീയ സ്ഥാനം മാറിയാലോ ഉയരത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളോ കാലാവസ്ഥയിൽ വ്യതിയാനം വരുത്തുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് നമുക്ക് ഇവിടെ പറയാം. മർദ്ദവും കാറ്റും ആരെയാ സ്വാധീനിക്കുന്നത്? അക്ഷാംശത്തെയും ഉയരത്തെയും സ്വാധീനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മർദ്ദവും കാറ്റിലും ഉണ്ടാകുന്ന വ്യത്യാസം എന്തിനേയും സ്വാധീനിക്കും? ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെയും സ്വാധീനിക്കും. പഠിക്കുക. അടുത്തതാണ് കടലിൽ നിന്ന് അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. ഉൾപ്രദേശങ്ങളെ അപേക്ഷിച്ച് തീരപ്രദേശത്ത് തണുപ്പുള്ളതാണ്. കടലിൽ നിന്നുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്വാധീനം കുറയുകയും ജനങ്ങൾക്ക് കഠിനമായ കാലാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ശരിയാണല്ലേ? ഉൾപ്രദേശങ്ങളെ അപേക്ഷിച്ച് തീരപ്രദേശത്ത് എന്താണ്? തണുപ്പുള്ളതാണ് അല്ലെങ്കിൽ തണുപ്പ് കൂടുതലായിരിക്കും. എന്നാൽ കടലിൽ നിന്നും ദൂരം കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ സ്വാധീനം കുറയുകയും ജനങ്ങൾക്ക് കഠിനമായ കാലാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യുന്നു. പഠിക്കുക. അടുത്തതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജല പ്രവാഹങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് രീതിയിലുള്ള സമുദ്രജല പ്രവാഹങ്ങളുണ്ട്. ഒന്നെന്താണ്? ഉഷ്ണജല പ്രവാഹവും മറ്റൊന്നെന്താണ്? ശീതജല പ്രവാഹവും. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു പ്രദേശത്ത് ഒഴുകുന്ന തണുത്ത സമുദ്ര ജല പ്രവാഹങ്ങൾ ആ പ്രദേശത്തിന്റെ താപനില കുറയ്ക്കും. അതേസമയം ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? ആ പ്രദേശത്തിന്റെ താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യും. സിമ്പിൾ ആണ്. ഉഷ്ണജല പ്രവാഹം എന്ന് വെച്ചാൽ ചൂട് നിറഞ്ഞതാണ്. ശീതജല പ്രവാഹം എന്ന് പറഞ്ഞാൽ തണുപ്പ് നിറഞ്ഞതാണ്. അപ്പോൾ ഒരു പ്രദേശത്തൂടെ കടലിൽ കൂടെ എപ്പോഴും അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ എപ്പോഴും ശീതജല പ്രവാഹമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ താപനില കുറവായിരിക്കും. നേരെ തിരിച്ച് ഉഷ്ണജല പ്രവാഹമുള്ള ഒരു സമുദ്രത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ താപനില കൂടുന്നതിനും കാരണമാകും. പഠിക്കുക. അടുത്തതാണ് റിലീഫ് ഫീച്ചറുകൾ. എന്താ റിലീഫ് ഫീച്ചറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് പ്രവാഹങ്ങൾ, അതായത് ഉഷ്ണജല പ്രവാഹങ്ങളെയോ ശീതജല പ്രവാഹങ്ങളെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉഷ്ണക്കാറ്റ് ആയിക്കോട്ടെ ശീതക്കാറ്റ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഉണ്ടാക്കുന്ന തടസ്സങ്ങളെ അറിയപ്പെടുന്ന പേരാണ് റിലീഫ് ഫീച്ചറുകൾ എന്ന്. അപ്പൊ എന്താ റിലീഫ് ഫീച്ചറുകൾ എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തേക്ക് ഒരു ശീതജല പ്രവാഹമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഉഷ്ണജല പ്രവാഹമായിക്കോട്ടെ, ഇല്ലെങ്കിൽ അവരെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാല് ഉഷ്ണക്കാറ്റോ ശീതക്കാറ്റോ ആയിക്കോട്ടെ, ഇവന്മാരിങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് ഇവർക്കിടയിൽ എന്തുണ്ടാകും? തടസ്സങ്ങൾ ഉണ്ടാകും. ഇത്തരം തടസ്സങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലീഫ് ഫീച്ചറുകൾ എന്ന്. തണുത്തതോ ചൂടുള്ളതോ ആയ കാറ്റിന് തടസ്സമായി ഉയർന്ന പർവ്വതങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? അതാണ് റിലീഫ് ഫീച്ചറിന് ഉദാഹരണം എന്ന് പറയുന്നത്. അതായത് തണുത്ത കാറ്റോ അല്ലെങ്കിൽ ശീതക്കാറ്റോ ഉഷ്ണക്കാറ്റോ വീശുന്ന സമയത്ത് പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവനെ അങ്ങ് തടഞ്ഞു നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം എന്താണ്? റിലീഫ് ഓഫ് ഫീച്ചറുകൾ എന്ന്. അപ്പോൾ റിലീഫ് ഓഫ് ഫീച്ചറുകൾ കൂടുതലായിട്ടുള്ള പ്രദേശത്ത് എന്ത് ചെയ്യും? അതിനനുസരിച്ച് അവിടുത്തെ താപനില അല്ലെങ്കിൽ എന്താണ് കാലാവസ്ഥയിൽ വളരെ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും. സുഹൃത്തുക്കൾ ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3 പാർട്ട് 3യുടെ ഡീറ്റെയിൽഡ് റിലേറ്റഡ് ഫാക്ട്സിനകത്ത് നമ്മൾ പഠിച്ചത്. ഇതിന്റെ അടുത്ത ഭാഗം നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ.
ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം. നല്ലൊരു ദിവസം വരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.